പറഞ്ഞ സ്ത്രീന്റെ എന്തോ ആര് കൊന്നിട്ട് അങ്ങനെ നീലി പറഞ്ഞ സ്ത്രീനെ കൊന്നിട്ട് മനുഷ്യനെ തരംതിരിച്ച് തട്ടുകളായിട്ട് കാണപ്പെടുന്ന ഒരു കാലഘട്ടം. ചില മനുഷ്യരെ ഉയർന്നവരെന്നും ചില മനുഷ്യരെ താഴ്ന്നവരെന്നും കണക്കാക്കപ്പെടുന്ന ഒരു നീചമായ കാലഘട്ടം. അക്ഷരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അവൾ പുരാണങ്ങളും ശാസ്ത്രങ്ങളും സ്വയം പഠിച്ചെടുത്ത അവൾ ഒരു ജ്ഞാനമുള്ള ഒരു സ്ത്രീയായി മാറി. ആ സ്ത്രീയുടെ പേരായിരുന്നു നീലി. അന്ന് നീലിക്കുണ്ടായിരുന്ന ജ്ഞാനം അവിടെ ഉണ്ടായിരുന്ന നാടുവാഴികളെ പ്രകോപിപ്പിച്ചു. ഒരു അടിയാത്തി പെണ്ണ് എങ്ങനെയാണ് ഇത്രയും ജ്ഞാനം സ്വീകരിക്കാൻ പ്രാപ്തമായത് എന്നുള്ളതൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന നാടുവാഴികളുടെ പ്രധാന പ്രശ്നം. പിന്നീട് ആ നാടുവാഴികൾ അവളെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അധികാരവർഗം കൊലപ്പെടുത്തിയ ഒരു നീലിപ്പെണ്ണ് ഭയരൂപിണിയായ യക്ഷിയായും പിന്നീട് നാടിന്റെ രക്ഷകയുമായി മാറിയതാണ് നീലിയാർ ഭഗവതി എന്ന് പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായി ഈ നീലിക്കഥ ഇന്നും സമൂഹത്തിൽ നമ്മൾ അടയാളപ്പെടുന്നു. നീലി പറഞ്ഞ സ്ത്രീന്റെ എന്തോ ആര് കൊന്നിട്ട് അങ്ങനെ നീലി പറഞ്ഞ സ്ത്രീനെ കൊന്നിട്ട് ഇവിടെ എന്തോ ആക്കിയതെന്നല്ല അങ്ങനെ പറയുന്നുണ്ട്. ആരോ ഏതോ ഒരു രാജാവങ്ങാനെ കൊന്നിട്ട് പ്രേമിച്ചിട്ട് നീലിനെ കൊന്നിട്ട് അങ്ങനെ എന്തെല്ലാണോ ചെറുപ്പത്തിൽ കേട്ട കഥയാ. ആരാ പറഞ്ഞ? അച്ഛൻ. ആദിപരാശക്തിയായിരിക്കും നമ്മ കോട്ടത്തമ്മ സർവ്വതും തികഞ്ഞിരിക്കുന്നു. മറക്കാതെ എന്ന് വിളിച്ചതും ഞാൻ നട്ടതും പൊടിച്ചതും വളർന്നതും എന്റെ തോട്ടം. മറക്കാതെ എന്ന് വിളിച്ചതും ഞാൻ നട്ടതും പൊടിച്ചതും വളർന്നതും ആദിയും ഞാനേ അന്തവും ഞാനേ. ായിരിക്കുന്ന